ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഒരു മെഷീനെ കുറിച്ചിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് മെഷീൻ എന്തോ കംപ്ലൈൻറ്റ് എന്തോ ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഒരു ബിസിനസ്സാക്കി എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഏത് മെഷീനാണ് വാങ്ങാൻ നല്ലതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വന്നിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാധാരണ ഹൈ സ്പീഡിൻ്റെ മെഷീനാണ്. ഈ മെഷീനാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ അത് മോട്ടറൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഓവർലോക്ക് മെഷീനാണ് പിന്നുള്ളത്. ഇത് എംബ്രോയ്ഡറി മെഷീനാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ അങ്ങനെ ഓരോരുത്തർ എംബ്രോയ്ഡറി ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും അതിനൊരു ആഗ്രഹം തോന്നിയാണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. എംബ്രോയ്ഡറി അന്ന് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. മെഷീൻ എംബ്രോയ്ഡറി അല്ലേ, അത് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നല്ലപോലെ ഒന്നും അറിയില്ല, എന്നാലും ഏറെക്കുറെയൊക്കെ അറേഞ്ച് ചെയ്യും. ഇതാണ് കേട്ടോ അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ മോട്ടറൊക്കെ വലിയൊരു മോട്ടറാട്ടോ. നമ്മൾ സാധാരണ മെഷീൻ്റെ പോലെ ഉള്ള മോട്ടറൊന്നുമല്ല. മോട്ടർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് അതിൻ്റെ താഴെ വണ്ടിയിലെ വലിയ മോട്ടറാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഓരോരുത്തരിങ്ങനെ ചെയ്യണ കാണുമ്പോൾ എന്ത് സുഖമായിട്ട് തോന്നിയത് എനിക്ക്. ഇങ്ങനെ ആ റൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ തിരിക്കൂലേ, അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ട് ഞാനും വാങ്ങിയത്. അപ്പോൾ കരുതി അത്ര ഈസി ഒന്നുമല്ല, അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്. നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കയ്യിലുള്ള മെഷീനുകൾ അതാണ്. അപ്പോൾ എനിക്ക് അത്ര മെഷീനെ കുറിച്ചിട്ട് വലിയൊരു അറിവൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നൊക്കെ ആയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കൂടാണ് കേട്ടോ ഞാൻ പറയണത്. പലർക്കും പല ഇതല്ലേ. അപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല മെഷീൻ തന്നെ വാങ്ങും. ഇനി പവർ മെഷീൻ വാങ്ങാൻ കഴിയുമെങ്കിൽ അത് വാങ്ങാം. ഓരോരുത്തരുടെ കയ്യിലുള്ള പൈസ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ, അവനക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ കഴിയുന്നവരാണെങ്കിൽ നല്ലത് പവർ മെഷീൻ തന്നെ വാങ്ങും. എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ നോർമൽ മെഷീൻ വാങ്ങിയാൽ നമുക്ക് സ്റ്റിച്ചിങ് ബിസിനസ്സാക്കി മാറ്റിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. മെഷീൻ ഏത് എന്നുള്ളതല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതെന്നാട്ടോ കാര്യം വരുന്നത്. ചിലപ്പോൾ നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്യും, നല്ല മെഷീനൊക്കെ പൈസ കൊടുത്തിട്ട് വാങ്ങി നല്ല ഇതാക്കി കഴിഞ്ഞാൽ ലോണോ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടോ ഇനി അയൽക്കൂട്ടത്തിൽ ലോൺ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആവേശത്തിൻ്റെ പുറത്ത് നല്ല പൈസയൊക്കെ ചിലവാക്കിയിട്ട് നല്ല മെഷീനൊക്കെ വാങ്ങും. പിന്നെ അത് നമ്മളെക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരിക്കലും സ്റ്റിച്ചിങ് നടക്കുന്ന കാര്യമല്ല. എല്ലാതും അങ്ങനെ തന്നെയാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ, അതിനെക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമായിട്ടോ എനിക്കറിയുള്ളൂ. അപ്പോൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നമ്മളുള്ള വലിയ ഭാരിച്ച ചിലവുകളൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയൂല. അപ്പോൾ അതെന്ത് ചെയ്യും, നമുക്കതൊരു ഭാരമായിട്ട് വരും. അപ്പോൾ അതിലേറെ നല്ലത് നമ്മൾക്ക് കഴിയുന്നവരാണെങ്കിൽ ഓക്കെ, ഞാൻ വീണ്ടും പറയാം കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളതെന്ന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സാധാരണ ഒരു നോർമൽ മെഷീൻ വാങ്ങിയിട്ട് അതിന് നമ്മൾ വെല്ല കയറി അങ്ങനെ പോവാണ് നല്ലത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ചെറിയ മെഷീനാണ് കരുതി സ്റ്റിച്ച് ചെയ്യാൻ കിട്ടായോ, ഇനി സ്റ്റിച്ച് ചെയ്യണേൽ വൃത്തിയില്ലായോ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ അതാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞു, നമ്മൾ എടുക്കുന്ന പണിക്ക് എത്ര കണ്ട് ആത്മാർത്ഥമായിട്ട് നല്ല പെർഫെക്ഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതിലാണ് നമ്മൾ ഇതാവേണ്ടത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ വലിയ ഇതിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് നമുക്ക് ഇപ്പോൾ ലോൺ അടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ കടം വീട്ടാൻ കഴിഞ്ഞാൽ നമുക്കതൊരു ബാധ്യതയായിട്ട് മാറും. അതിന് വേണ്ടി ചെറുതിനെ നമ്മൾ തുടങ്ങി പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്നും നിലനിൽക്കും കേട്ടോ. ചെറിയൊരു മെഷീൻ വാങ്ങിയിട്ട് അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇനി ഒരു ഹൈ സ്പീഡോ അല്ലെങ്കിൽ ഒരു പവർ മെഷീനോ വാങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ട് വന്നിട്ട് അത് നമുക്ക് എന്നും നിലനിൽക്കും. അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മളുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് വലിയതായിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ പൊട്ടി വേല കേട്ടോ. അപ്പോൾ എന്നാൽ അതിൽ ക്ലിക്കാവുന്നവരുണ്ട് കേട്ടോ, അതും വേണമല്ലോ പറയാം. ക്ലിക്കായി റെഡിയായി വരുന്നവരുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സാധാരണ ഒരു നോർമൽ മെഷീനായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ അപ്പ വാങ്ങി തന്നതെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം കാരണം എൻ്റെ അപ്പ എനിക്ക് സ്റ്റിച്ചിങ്ങിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഞാൻ എൻ്റെ അപ്പം എനിക്കൊരു നോർമൽ മെഷീനാണ് വാങ്ങി തന്നത്. അയിമ സ്റ്റിച്ച് ചെയ്ത് 10,000 രൂപ ഉണ്ടാക്കിയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹൈ സ്പീഡിൻ്റെ മെഷീൻ വാങ്ങിയത് കേട്ടോ. ഞാൻ കാണിച്ചില്ലേ ഫസ്റ്റ് കാണിച്ചേ, അല്ല ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ മെഷീൻ തന്നെയാണ്. ഇപ്പോൾ അത് വാങ്ങിയിട്ടൊരു 14 വർഷമൊക്കെ എങ്ങാനും ആയിട്ടുണ്ടാവും കേട്ടോ ആ മെഷീൻ വാങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ എനിക്ക് ഒരു പവർ മെഷീൻ വാങ്ങണം എന്നുള്ളത് എനിക്ക് വന്നിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായില്ല. കാരണം എനിക്ക് ഇതുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനും കിട്ടുന്നുണ്ട്, നല്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെഷീന് വലിയ കംപ്ലൈൻറ്റും ഇല്ല, അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പവർ മെഷീനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടായില്ല കേട്ടോ. പിന്നെ എല്ലാവരും വാങ്ങേണ്ട പവർ മെഷീൻ എൻ്റെ അടുത്ത് കൂടെയൊക്കെ അന്നൊന്നും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്നും ഇവിടെ ഒന്നും അങ്ങനെ ടൈലർമാരില്ലേ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഏറെക്കുറെ ടൈലർമാരൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അധിക പേരും ഇപ്പോൾ ഇതിൻ്റെ മെഷീൻ വാങ്ങുന്നുണ്ട്, പവർ മെഷീൻ വാങ്ങൽ തുടങ്ങി കേട്ടോ.
അപ്പോൾ എനിക്കിതുവരെ എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ചെറുതായിട്ട് തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ ഒരു പവർ മെഷീൻ വാങ്ങണം എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ ഓൺലൈനിൽ ചെറുതായിട്ട് വർക്ക് എടുക്കൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ഒരു മെഷീന് ഇപ്പോൾ ഒരു പവർ മെഷീൻ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈ സ്പീഡിലേറെ നല്ല സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആ ഒരു മെഷീനിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അല്ലാത്തൊന്നും പറ്റില്ല, നല്ല സ്ട്രൈറ്റ് ആളുടെ സ്റ്റിച്ച് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാധനം സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട സംഭവം അരമണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യും എന്നുള്ളതാട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്, കാരണം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പം എനിക്കിപ്പോൾ ഞാൻ ചില സമയത്ത് പറഞ്ഞാൽ രാവും പകലും ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥകളാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് അധികമായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതുവരെ ഓണത്തിൻ്റെ ഒരു തിരക്കായിരുന്നു. ഓണം തിരക്ക് കഴിഞ്ഞിട്ട് 2 ആഴ്ച ഞാൻ ഫുള്ളായിട്ട് രാവും പകലും പറഞ്ഞ പോലെ ഓണത്തിന് മെഷീൻ നിന്നിട്ട് സുഖമില്ലാതെയൊക്കെ ആയി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. ഇങ്ങനെ ഇരുന്ന് പോയിട്ട് നമ്മളെ ഈ വാരിയലൊക്കെ അല്ല അവിടെ നീരൊക്കെ കെട്ടിയിട്ട് അങ്ങനെ പിന്നെ ഡോക്ടറെ അടുത്ത് പോകാനും കൂടി എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് കേട്ടോ ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനിപ്പോൾ ഉണ്ടായി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, അത് ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിലും കൂടി തുടങ്ങിയപ്പോഴാണ് എനിക്ക് എത്ര സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു പവർ മെഷീൻ വാങ്ങിയാലും ഒന്നും കൂടി ഒരു സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് അതിനൊരു ആഗ്രഹം വന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞത് വേണ്ട, നിങ്ങൾ വാങ്ങി തരണ്ട, ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്തൊക്കെ പൈസയൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി, ഇനി ഇതിന്മേൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പൈസ ഞാൻ ഉണ്ടാക്കട്ടെ, എന്നിട്ട് നമുക്കത് വാങ്ങാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹൈ സ്പീഡിൻ്റെ മെഷീൻ ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പം വാങ്ങി തന്ന മെഷീനിനെ സ്റ്റിച്ച് ചെയ്ത് 10,000 രൂപ ഉണ്ടാക്കിയിട്ടാട്ടോ ഞാനിത് വാങ്ങിയത്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് 25,000 രൂപ ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പവർ മെഷീൻ വാങ്ങാൻ കേട്ടോ. പിന്നെ ഇതിന്മേൽ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ വാങ്ങിയതാണ് ഞാൻ ആ ഓവർലോക്കിൻ്റെ മെഷീൻ നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ. പിന്നെ അതുപോലെ ആ എംബ്രോയ്ഡറി മെഷീൻ, അത് രണ്ടിനും കൂടെ അന്ന് 25,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും അത് വാങ്ങിയ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞിരുന്നു എനിക്കൊരു പവർ മെഷീൻ വാങ്ങിയാൽ മതിയെന്നു. പക്ഷേ എനിക്കന്ന് ആഗ്രഹം ഇത് വാങ്ങാനായിരുന്നു, അത് വാങ്ങാനായിരുന്നില്ല. നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് എനിക്ക് ആ മെഷീൻ വാങ്ങണം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏത് മെഷീൻ എന്നുള്ളതല്ല, നമ്മൾ എടുക്കുന്ന പണിയിലൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെഷീനും വാങ്ങാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വാങ്ങിയാലും മതി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇല്ലെങ്കിൽ ടെൻഷൻ ആവൊന്നും വേണ്ട. നമ്മൾ സാധാരണ മെഷീൻ വാങ്ങിയാലും നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇപ്പോൾ നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ഒരു 15 വർഷം മുന്നേ 15 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, 14 വർഷമായി ഈ മെഷീൻ വാങ്ങിയിട്ട്, ഒരു 15-16 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ സ്റ്റിച്ച് ചെയ്യൽ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് അതിന്മേൽ 10,000 രൂപ ഒരു കൂട്ടി ഞാൻ അന്ന് വാങ്ങിക്കണമെങ്കിൽ ഇന്ന് ഈസി ആയിട്ട് നമുക്ക് എന്താട്ടാൻ പറ്റും, നല്ല നല്ല മെഷീനുകൾ പെട്ടെന്ന് തന്നെ വാങ്ങാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.